അംബിക ചേച്ചിയായിട്ട് എങ്ങനെയാ? നമ്മൾ ഒരു സീരിയലിൽ ഒന്നിച്ച് വർക്ക് ബിഗ് ബോസിലെ നല്ലൊരു PR ഇല്ലാത്തതിന് ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയാനായിട്ട് ശ്രമിക്കുക. സിനിമാ നടി അംബികയുടെ അമ്മ മരണപ്പെട്ടു പോയ വിഷയം എല്ലാവരും അറിഞ്ഞു കാണും. ഈ ഒരു മരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സിനിമയിലുള്ളയും സീരിയലിലുള്ളയും ഒരുപാട് ആക്ട്രസ്സുമാരെല്ലാവരും വന്നു പോയിട്ടുണ്ടായിരുന്നു. വന്നു പോയ സമയത്ത് ചില ആൾക്കാർക്ക് അവിടെ ചിരി അടക്കാൻ പറ്റുന്നില്ല, ചിരിച്ചോണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. എന്തോന്നടേ അതിൽ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്ന 2 പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ ആരെങ്കിലുമൊക്കെ കണ്ടിരുന്നെങ്കിൽ ഞാൻ എടുത്ത് വെച്ച് അലക്കുമായിരുന്നു. 2 പേരെ ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി, ബിഗ് ബോസ് സീസൺ 7 മെയിൻ കണ്ടസ്റ്റന്റ്. PR വിളിച്ചോണ്ട് നടന്ന കുത്തിത്തിരിപ്പ് ബിന്നിയാണ് നമ്പർ 1. രണ്ടാമത് മായാ വിശ്വനാഥ് എന്ന് പറയുന്ന ഇവര് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവരുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. ഏത് മരണ വീട്ടിൽ പോയാലും, ഏത് അടിയന്തരത്തിന് പോയാലും, ഏത് കല്യാണത്തിന് പോയാലും അവർ ചിരിച്ചുകൊണ്ട് മാത്രമേ അവിടെ പങ്കെടുക്കത്തുള്ളൂ. സ്വന്തം വീടുകളിലും ഇതുപോലെ സംഭവിക്കുമ്പോൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. സ്വന്തം വീട്ടിലും വില കൽപ്പിക്കുന്നവർക്ക് സങ്കടപ്പെട്ടൊക്കെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നിന്റെയൊക്കെ സ്വന്തം വീടുകളിൽ ആരെങ്കിലും തട്ടിപ്പോകുമ്പോൾ ഇതുപോലെ ഒന്ന് ചിരിക്കണം കേട്ടോ. എനിക്ക് അപ്പോഴും ഇത് തന്നെയാണ് പറയാനുള്ളത്. അന്ന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിന്ന് ചിരിക്കുമ്പോൾ കുറ്റം പറയാൻ നിൽക്കരുത്. അത് ബിന്നിയുടെ അടുത്തായാൽ കൂടി കേട്ടോ. ബിന്നി, അന്ന് നിന്റെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ നീ ഇതുപോലെ ചിരിച്ചോണ്ട് നിൽക്കണം. എന്റെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ ഞാൻ ചിരിച്ചോണ്ട് നിൽക്കത്തില്ല. പക്ഷെ നീ ചിരിച്ചോണ്ട് നിൽക്കണം കേട്ടാ. കാരണം നിന്റെ ആരും അല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ആ ചിത കത്തിയതിനു ശേഷമെങ്കിലും നിനക്ക് ചിരിക്കാമായിരുന്നു. അതുവരെങ്കിലും നിനക്കൊന്ന് പിടിച്ച് നിൽക്കാമായിരുന്നു. നീ ഒരു നടിയല്ലേ, നിനക്ക് അഭിനയിക്കെങ്കിലും അവിടെ ഒന്ന് ചെയ്യാമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് പുച്ഛം തോന്നിയടി, അത്രയ്ക്ക് പുച്ഛം. ഈ ബിഗ് ബോസിന്റെ അകത്ത് നീ കാണിച്ച കുത്തിത്തിരിപ്പ് പോലെ അല്ല, എനിക്ക് അതിനേക്കാളും വെറും പുച്ഛമാണ് എനിക്ക് നിന്നോട് തോന്നിയത്. ആ സീനുകൾ ഓരോന്നും കണ്ട സമയത്ത് എന്നെ വേറൊരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല ബ്രോ, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനുശേഷം വീണ്ടും ഇരുന്ന് കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, ഇൻസ്റ്റയിൽ നോക്കി, ഫേസ്ബുക്കിൽ നോക്കി, എല്ലായിടത്തും നോക്കിയ സമയത്ത് വോട്ടവർ അവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഈ കണ്ടിട്ടുള്ള വീഡിയോയില് അവള് നല്ലപോലെ ചിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് പിടിച്ചില്ല. ചിലവർ വിചാരിക്കും ഓ ഒന്ന് ചിരിച്ചല്ലേടെ വിട്ടുകൊടറേ എന്തേടെ എന്ന് ചിലവർ ചിന്തിക്കുമായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടില് ഒരാള് മരണപ്പെട്ടു പോകുന്ന സമയത്ത് വേറൊരുത്തനോ ഒരുത്തിയോ വന്നിട്ട് അവിടെ ചിരിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? പിടിച്ച് ഉരയ്ക്കാൻ തോന്നും, അല്ലെ പിടിച്ച് ഇടിച്ച് പുറത്താക്കാൻ തോന്നും, അല്ലേ? അതല്ലേ തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചിരിച്ചോണ്ട് നിൽക്കുന്ന വ്യക്തികളുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിന്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാൽ നീയൊക്കെ ഇതുപോലെ വിളിച്ചോണ്ടിരിക്കുവോ? ഇത് കീരവിത്തുകളാണെന്ന്. എന്തായാലും പിന്നീട് ഇളിപ്പിന്നതിന് ആദ്യം തുടങ്ങാം. നൈസായിട്ട് അയ്യോ ചിരി അടക്കാൻ പറ്റില്ല, പൊത്തി പിടിച്ച് ചിരിക്കണം. നല്ലപോലെ പൊത്തി പിടിച്ച് ചിരിച്ചിട്ട് മറ്റേ അങ്ങേരെ അടുത്ത് വന്നിരിക്കണം. ഇങ്ങേരെ പേരേ മറന്നു. അങ്ങേരെ ഒരു സീരിയൽ ആക്ടറാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചിരി അടക്കാൻ പറ്റണില്ല, തിരിഞ്ഞിന്ന് ചിരിക്കുകയാണ്. അവിടെ എനിക്ക് തോന്നുന്നത് വേറെ ആരെയൊക്കെ കണ്ട് ആ ഒരു ഇതിൽ ക്യാമറ കണ്ണിലൂടെയും നോക്കി എന്തൊക്കെയോ സംഭവിക്കുകയാണ്. വേറെ ഏതോ വ്യക്തികൾ എന്തോ മാറ്റി നിർത്തിയെന്നോ അങ്ങനെ എന്തൊക്കെയോ ഇതിന്റെ ബിഹൈൻഡ് ദ സീനിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു മരണ വീട്ടിൽ പോയിന്ന് ചിരിച്ചോ അത് തപ്പ്, അത് തെറ്റ്, അത് പോക്കൃത്തനം. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല എന്റെ കേസിൽ. ഇനി വേറൊരു വീഡിയോ കൊടുക്കാം. മറ്റേ മായാ വിശ്വനാഥും കൂടിയായിട്ട് കെട്ടിപ്പിടിച്ച് ചിരിക്കണം. മരണ വീട്ടിൽ വന്നപ്പോ സ്നേഹപ്രകടനം അങ്ങ് വാരി കോരി ഒരുക്കി വിട്ട് ചൊരിഞ്ഞു കിടക്കുകയാണ്. 2 കാണിച്ചു തരാം, അതും കണ്ടോ. സ്നേഹപ്രകടനത്തിന് ഒരു കൈ കണക്കുമില്ല. നല്ലോണം സ്നേഹിച്ചോ. അയ്യോ വിശേഷം പറയാൻ പറ്റിയ സമയം. മരണ വീട്ടിൽ തന്നെ നിനക്കൊക്കെ വിശേഷം പറയണം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അയ്യോട്ടോ അത്രയ്ക്ക് വിശേഷം പറയാനുണ്ടായിരുന്നോ? അച്ചു നീ ഇന്നലെ ഇട്ട ലിപ്സ്റ്റിക് ഏത് എന്നാണ് തോന്നുന്നു മായ ചേച്ചി ചോദിക്കുന്നത്. എന്റെ പൊന്നടാവേ കഷ്ടം, ഇങ്ങനെ മനുഷ്യന്മാര്. ഇനി ഈ ബിന്നിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം കേട്ടോ. അവളടുത്ത് ചോദിക്കുമ്പോഴുള്ള നിഷ്കളങ്കത സംസാരം. നീ ഒരു ഡോക്ടറല്ലേ? ഡോക്ടർ ബിന്നി എന്നല്ലേ നീ പറഞ്ഞോണ്ട് നടന്നത്? നീ എവിടെ പോയാണ് ഈ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്? ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു ആളല്ലേ ഈ ഡോക്ടർ. അല്ലാതെ ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ ആ വീട്ടിൽ പോയിന്ന്, മരണ വീട്ടിൽ പോയിന്ന്, അതിന്റെ പുറകു സൈഡോ ബാക്ക് സൈഡോ ഫ്രണ്ട് സൈഡോ ഏത് സൈഡോ ആയിക്കോട്ട് പോട്ടെ, അവിടെ നിന്ന് ചിരിക്കുന്നതാണോ നിന്റെ ക്വാളിറ്റി? പിന്നെ വളരെ പുച്ഛം തോന്നുന്നു. നീ ബിഗ് ബോസിന്റെ അകത്തുണ്ടാക്കിയ കുത്തുതിരിപ്പ് പോലെ അല്ലേ ഈ കേസ്. ഇത് വെറും ചീപ്പാണ്, വെറും ചീപ്പ്. അയ്യോ പുച്ഛം. അംബിക ചേച്ചിയായിട്ട് എങ്ങനെയാ? നമ്മൾ ഒരു സീരിയലിൽ ഒന്നിച്ച് വർക്ക് അംബിക ചേച്ചിയുടെ അമ്മ ഇങ്ങനെ പരിചയം? അംബിക ചേച്ചി അമ്മ, അംബിക ചേച്ചിയുടെ അമ്മ. അതുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അംബിക ചേച്ചി ഞാൻ ഗീതാഗോവിന്ദത്തിൽ എൻ്റെ അമ്മായിയമ്മയായിട്ട് വർക്ക് ചെയ്തിരുന്നു.
നല്ലൊരു ബന്ധമുണ്ട്. കുറേ നാളായിട്ട് വിളിക്കുകയും സംസാരിക്കുകയും. വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ആദ്യമായിട്ട് പറഞ്ഞറിയാം. വീടുണ്ട്, അമ്മേനെ പറ്റിയൊക്കെ പറഞ്ഞ് ഒരുപാട് പറയാറുണ്ട് വിശേഷങ്ങൾ. പറഞ്ഞപ്പോൾ ശരി. അയ്യോ ശരി, താങ്ക് യു, ആയിക്കോട്ടെ. നല്ല അടിപൊളി. പിന്നെ നീ ഇത്രയും മ്ലാക്ഷമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിത് എന്തോ ഈ വീഡിയോ ക്ലിപ്പല്ല, എനിക്കിപ്പോഴും ഓടുന്ന മറ്റേ ചിരിച്ചോണ്ട് പോയതാണ്. എന്നാ പരിപാടിയാണോ ഇത് കാണിച്ചത്? ഇവക്ക് ഇത്രമാത്രം ചിരിക്കാൻ എന്നാ ഇരിക്കുന്നു? നിന്റെ വീട്ടിലാണ് ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പോട്ട് മരിക്കണ്ട. ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നീ ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കോ? പിന്നെ നീ മാത്രമല്ല മറ്റവന് പിരി ലൂസായി കിടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആരുടെ അടിയന്തരമായാലും മറ്റേ കല്യാണമായാലും ചിരിച്ചോണ്ടേ അത് പോകത്തുള്ളൂ. അതിനിങ്ങനെയാണ്, അത് സ്ഥിരം പരിപാടി. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വരുന്നതാന്താ. ഇനി ബിന്നി നമ്മളെ ട്രിവാൻഡ്രത്താണെന്ന് തോന്നുന്നു. ആ ട്രിവാൻഡ്രത്ത് തന്നെ അവിടെ മറ്റേ കനകക്കുന്നിന്റെ അവിടെ വെച്ചിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ബിഗ് ബോസിലെ നല്ലൊരു PR ഇല്ലാത്തതിന് ഇപ്പൊ സങ്കടപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു വിന്നർ ആവാൻ പോയവർക്ക് എന്തായാലും PR വേണം. പിന്നെ ഡീഗ്രേഡേഷൻ എന്നുള്ള സംഭവം ഫേസ് ചെയ്തതുകൊണ്ട് ഞാൻ PR വേണം, മസ്റ്റായിട്ടും വേണം. അതിന്റെ പേരിൽ ഇപ്പൊ സങ്കടപ്പെടുന്നുണ്ട്. നല്ലൊരു PR കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഡീഗ്രേഡേഷൻ വരില്ല. അല്ലെങ്കിൽ നമുക്കൊരു പുഷ് കിട്ടിയേനെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഹൈപ്പ് കിട്ടിയേനെ. കാരണം നമ്മൾ അത്ര ഇട്ട എഫേർട്സ് ഒന്നും എവിടെ ആരും കണ്ടിട്ടില്ല, ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നി. അപ്പം ഡെഫിനറ്റ്ലി PR വേണം. എല്ലാ PRമാർക്കും ഓക്കെ, സല്യൂട്ട് അണ്ണ. ഇനി മുതൽ ബിന്നിയുടെ PR ഞാനാണ് കേട്ടോ. നിനക്ക് ഹൈപ്പല്ല ആവശ്യം സോഷ്യൽ മീഡിയയിൽ, ഇപ്പൊ ഉണ്ടാക്കി തരാം ഞാൻ. എന്തായാലും 10 പേരെങ്കിൽ 10 പേര് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം, താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്കറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയണം എന്നുള്ളൊരു ഇത് തോന്നിയിട്ട് ഞാൻ പറയുകയാണ്. എന്തായാലും എന്റെ പൊന്നു ബിന്നി, നീ എന്നടി പണി വച്ചിരിക്കെ. സത്യം എനിക്ക് വെറും പുച്ഛം തോന്നി. ഞാൻ വേറൊരു ക്ലിപ്പ് കൊടുക്കാട്ടെ. കെട്ടിപ്പിടിച്ച് അവള് ആലിംഗനം ചെയ്യുന്ന കാണുമ്പോഴാണ് എന്റെ അമ്മോ, രണ്ടും കണക്കാ. മായാ വിശ്വനാഥും കണക്കാ, ബിന്നിയും കണക്കാ, രണ്ടും. അയ്യോ കേട്ടിയങ്ങ് പിടിക്കുക. അയ്യോ വിശേഷം പറയണ്ട, വിശേഷം. അയ്യോ എത്ര നാളിന് ശേഷം നമ്മൾ കാണുന്നത് ആ ലിപ്സ്റ്റിക്കിന്റെ കളറേ അത്. എന്റെ പൊന്നു, എടാ നൂബിടേ, ഇതിന് നീ എന്താണ് എക്സ്പ്ലനേഷൻ തരുന്നതെന്ന് എനിക്കറിയത്തില്ല. നീ എങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒരു മരണ വീടാണ്, അവിടെ പോയിട്ട് നിന്റെ വൈഫ് കാണിക്കുന്നതാണ് കേട്ടോ. നീ അതിന് ചിലപ്പോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അവിടെ വേറെ സംഭവം നടന്ന് മറ്റേ രണ്ടുപേരും നിന്ന് സംസാരിച്ച് ഓക്കെ ഞാനത് അറിഞ്ഞു. പക്ഷെ എനിക്കത് കണ്ടിട്ട് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. എന്തൊക്കെ ആയാലും, എന്തൊക്കെ ന്യായീകരണം ആയാലും ഓക്കെ, അത് നമ്മുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാനത്തിരുന്ന് ചിരിക്കുമോ എന്നുള്ളൊരു കാര്യം മാത്രം ചിന്തിക്കുക, അത്രയും മാത്രം ചിന്തിക്കുക. അങ്ങനെ നിനക്കൊക്കെ ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ വലിയ മറ്റേ പുരോഗമന ചിന്താഗതിയുടെ ഫാമിലി ആയിരിക്കും, അല്ലാണ്ട് എന്നാ പറയാനാ. എന്തായാലും വേറൊരു വീഡിയോ കൊടുക്കാം, നമ്മുടെ മായാ വിശ്വനാഥന്റെ ആണ് കേട്ടോ. അയ്യോ മായ ചേച്ചിക്കാണെങ്കിൽ വിശേഷങ്ങൾ പറഞ്ഞു തീരുന്നില്ല. ചേച്ചി മരണ വീടാണെന്നുള്ള കാര്യം മറന്നുപോയി. അവിടെ വിശേഷം പറയാൻ വന്നിരിക്കുകയാണ്. വരണവന്റെ അടുത്ത്, പോണവന്റെ അടുത്ത്, നിൽക്കണവന്റെ അടുത്ത്, ഇരിക്കണവരുടെ അടുത്തെല്ലാം വിശേഷത്തോട് വിശേഷം. ചേച്ചിക്കാണെങ്കിൽ വിശേഷം ഒന്നും പറഞ്ഞ് നിർത്താനും പറ്റുന്നില്ല, അമ്മാതിരി വിശേഷം കിടക്കുകയാണ്. അയ്യോ കുറച്ച് ഉളുപ്പ് മനുഷ്യനായാവാം. ഇനി അംബിക ചേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട് ഈ മായ ചേച്ചി, അതും കണ്ടു നോക്കാം. ചിരി അടക്കാനേ പറ്റുന്നില്ല മായ ചേച്ചിക്ക്. അയ്യോ ഞാൻ എന്താ പറഞ്ഞോ, ഞാനും ഇവിടെ പറഞ്ഞിട്ട് ഇപ്പൊ അടുത്തപ്പുറത്തൊന്ന് ചിരിക്കാൻ. അയ്യോ ഇത്രയ്ക്ക് സന്തോഷം. എവിടെ നിന്നടേ അംബിക ചേച്ചി നിൽക്കുന്നുണ്ട്. അവരവസ്ഥ അവര് നോക്കുമ്പോ എന്റെ അമ്മയുടെ മരണത്തിന് വന്നിട്ട് എല്ലാം കൂടി നിന്ന് ഇളിച്ചോണ്ടിരിക്കുന്നു. ഭയങ്കര ചിരി. അത് അപ്പുറത്ത് ഒരു കണ്ണാടി വെച്ചെന്റെ അപ്പുറത്ത് ഒരുത്തം നിൽക്കുന്നു, അവനും ചിരി. യാവനെന്നോലും എനിക്കറിയത്തില്ല, പോണ ചിരി. എല്ലാം കൊള്ളാടെ. 1-1.5 ടീംസ്. ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം കേട്ടെ. എന്റെ ഇൻസ്റ്റാ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളൊരു കമന്റ് ആണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യം ആണ്, ഇവളെങ്ങനെ ഒരു ഡോക്ടറായി. സീരിയസ്ലി എനിക്ക് തോന്നിയൊരു കാര്യം തന്നെയാണ്, ഇവളെങ്ങനെ ഡോക്ടറായി. ബിന്നിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരു മരണം, അതാരായാലും ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ അവിടെ നിന്ന് ചിരിക്കില്ല. ഇവളൊരു ഡോക്ടർ അല്ലേ, ഒരു ജീവന്റെ വാല്യൂ അറിയുന്നത് അല്ലേ, എന്നിട്ട് എങ്ങനെ അവിടെ നിന്ന് ചിരിക്കാൻ തോന്നുന്നത്? ഈ വീഡിയോ കാണുന്ന ആ മരണപ്പെട്ട ആളുടെ വീട്ടിൽ ഉള്ളവരുടെ അവസ്ഥ എന്താകും? അതെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അംബിക ചേച്ചിയൊക്കെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി കാണുന്ന സമയത്ത് എന്റെ അമ്മയുടെ മരണത്തിന് വന്നിട്ട് ഇളിച്ചോണ്ട് പോകുന്നവളുമാരെയാണ് കാണാൻ സാധിച്ചതെന്ന് അവർ വിചാരിക്കും. ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കൊടുക്കാൻ കേട്ടാ. ആ വീഡിയോ ക്ലിപ്പ് കുറച്ച് ഹൈലൈറ്റ് വീഡിയോ ക്ലിപ്പാണ്. നല്ലപോലെ വായും പൊത്തി പിടിച്ച് ചിരിച്ചോണ്ട് പോകണം, ആരെയും നോക്കി
ആരെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് പൊത്തി പിടിച്ചോണ്ട് പോവുകയാണ്. അത് ക്യാമറയിൽ നൈസായിട്ട് വന്ന് അതിന്റെ ബിഹൈൻഡ് സീനോ അതിന്റെ മുന്നോട്ടുള്ള കാര്യം എനിക്കൊന്നും അറിയണ്ട. ഞാനത് നോക്കിയ സമയത്തും എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കി. കാരണം ഇൻസ്റ്റയിലിട്ട വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ ചെയ്തതിൽ എന്നിങ്ങനെ ഒരു ആലോചന വീണ്ടും 1-2 പ്രാവശ്യം റിവൈൻഡ് അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് തോന്നിയില്ല. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. സൂപ്പർ. ചിരി അടക്കാൻ പറ്റാതെ നമ്മുടെ ബിന്നി കൊച്ചമ്മ കുത്തിത്തെരുപ്പ് ബിന്നി ചിരിക്കുകയാണ്, വാ പൊത്തി ചിരിക്കുകയാണ്, ആരെയും നോക്കി ചിരിക്കുകയാണ്. ചിരിക്കൂ മരണ വീട്ടിൽ ചിരിക്കൂ, ആഹ്ലാദിപ്പിൻ. ഇങ്ങനെ മനുഷ്യന്മാര് കഷ്ടം ബിന്നി കഷ്ടം. ഇങ്ങനെ ഒന്നും ആവരുത്. നീ ഒരു ഡോക്ടറാണ്, ഒരു ജീവന്റെ വില. എവിടെ ഡോക്ടർ? പിന്നെ ഇപ്പൊ ഏവനും കിട്ടും ഡോക്ടർ. ആ ഒരു അവസ്ഥയല്ല. ഇവക്കൊക്കെ ഡോക്ടറായിട്ട് കിട്ടി, പിന്നെ ആർക്കിനി ഡോക്ടറായിട്ട് കിട്ടിക്കൂടാ? ഒരു ജീവന്റെ വില അറിയാത്ത ഇവളൊക്കെ ഡോക്ടറാ. ഒരാളുടെ പ്രൊഫഷൻ ഒരിക്കലും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്കില്ല. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ചോദ്യം ചെയ്തു പോകും. അമ്മാതിരി പോക്കൃത്തനങ്ങളാണ് ഇവളുമാര് കാണിക്കുന്നത്. അയ്യോ മരണത്തിന് പോയിട്ട് എങ്ങനെ നിൽക്കണമെന്ന് അറിയത്തില്ല. എടാ എനിക്ക് വയ്യ, എന്നിട്ട് ഞാൻ ഇത് എടുത്തു വെച്ച് ചെയ്യുന്നു. നാളെ എനിക്ക് എണീറ്റിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്. എന്നിട്ടും എനിക്ക് വീഡിയോ കണ്ടിട്ട് വെറുതെ വിടാൻ തോന്നിയില്ല. എനിക്ക് വിഷമം വന്ന് എന്തുവാ ഇവളുമാരൊക്കെ കാണിക്കുന്നതെന്ന്. മരണ വീട്, പരിസര ബോധങ്ങൾ പോലും ഇല്ല. ബിഗ് ബോസിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ നിന്ന് നാട്ടുകാരെ പള്ളും വിളിയും കേട്ട് മൊത്തം കയറി പറഞ്ഞിട്ട് ഇതാ താഴെ ഇറങ്ങിയില്ല. അതിന് മുമ്പ് അടുത്ത് പറക്കുകയാണ്. അയ്യോ ഇങ്ങനെയൊക്കെ ഓരോന്നിന്റെ ഒക്കെ അവസ്ഥകളെ വല്ലാത്ത അവസ്ഥ കാണുമ്പം സഹതാപമല്ല, എനിക്ക് പുച്ഛവും അയ്യോ ഇവളൊക്കെ ഇങ്ങനെയാ എന്ന് ചിന്തിച്ചു വന്നു. നൂബി നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ നിന്റെ ഭാര്യയെ, കേട്ടാ? ക്യാമറ കണ്ണുകളുള്ള ബോധമെങ്കിലും കാണിക്കാൻ പറ. അല്ലാണ്ട് എന്നാ പറയാനാ? ക്യാമറകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇവളൊക്കെ ഇങ്ങനെ കിടന്ന് ഇളിക്കുന്നവരെ ഔട്ടായിട്ടുണ്ട്. മരണ വീട്ടിൽ പോയിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെ. ചിലപ്പോൾ പ്രാർത്ഥനയുടെ അന്നും അല്ലെങ്കിൽ 16-ന്റെ അന്നൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ കുറച്ച് തമാശയും ചിരിയും കളികളൊക്കെ ആവും. കാരണം പിന്നെ ആ വീട്ടിലുള്ളവർക്ക് മാത്രമേ സങ്കടം കാണത്തുള്ളൂ, ബാക്കിയുള്ളവരെ പിന്നെ എന്ന് പറഞ്ഞങ്ങ് പോവും. പക്ഷേ മരിച്ച് അപ്പുറത്ത് ബോഡി കിടക്കണം, ഇപ്പുറത്ത് നിന്ന് ചിരിക്കണം. ഇനി ബോഡി ചടങ്ങുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്ന് വച്ചോ, എന്നാൽ കൂടി അന്നേ ദിവസമെങ്കിലും നിന്റെ ചിരിയൊന്ന് അടക്കി വെച്ചുകൂടായിരുന്ന? നീ നടിയില്ല, നിനക്ക് അഭിനയിച്ചുകൂടായിരുന്ന? പുച്ഛം അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോൾ 10-16 ദിവസം ആകുമ്പോൾ പിന്നെ ചിലപ്പോൾ കുടുംബക്കാരടക്കം കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ അവർ ബാക്ക് ടു നോർമലോട്ട് വന്ന് തുടങ്ങും. അല്ലാണ്ട് എന്തെങ്കിലും ആക്സിഡന്റിലോ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാജഡിയിലൂടെയൊക്കെ മരണപ്പെട്ട് പോയാൽ മാത്രമേ കുറച്ച് ടഫായിട്ടുള്ളൂ. അല്ലാതെ പ്രായമായൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ഒരു 10-16 ആകുമ്പോൾ ബാക്ക് ടു നോർമലിൽ വരും. എന്നാലും മരിച്ച അപ്പുറത്ത് ബോഡി അടങ്ങണ സമയത്ത് ചിരിക്കണമെങ്കിൽ നിനക്കൊക്കെ ഒരു അവാർഡ് തന്നെ തരണം. ബിഗ് ബോസിന്റെ കപ്പൊന്നും തന്നാ പോരാ, 2 കപ്പ് ഒരുമിച്ച് ചേർത്ത് വെച്ച് തരണം. അമ്മാതിരി ക്വാളിറ്റിയുള്ള സ്വഭാവമല്ലേ നീയൊക്കെ കാണിക്കുന്നത്. മായ ചേച്ചിയായാലും കണക്ക്, ബിന്നി കൊച്ചമ്മയായാലും കണക്ക്. വേറെ ഏവനെയൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നത് എനിക്ക് അവനെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച് പറയുന്നില്ല. എല്ലാം കണക്കാടെ. മറ്റൊരുത്തന്റെ മരണം നിനക്കൊക്കെ സന്തോഷം, ചിരി ആസ്വദിക്കുക, ആഹ്ലാദിപ്പിൻ. അല്ലാണ്ട് എന്നാ പറയാനാ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.